ഈ വർഷം രാജ്യത്ത് വിവിധയിടങ്ങളിൽ തിക്കിലും തിരക്കിലും പെട്ട് 144 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് കൃത്യമായ സംവിധാനങ്ങളില്ലെങ്കിൽ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കരൂരിലെ ദുരന്തം നൽകുന്നത്. 1992 തമിഴ്നാട്ടിലെ കുംഭകോണത്ത് നടന്ന മഹാമഹത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത പങ്കെടുക്കാനെത്തിയപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് 50 പേരാണ് മരിച്ചത്. ഈ വർഷം രാജ്യത്ത് തിക്കിലും തിരക്കിലും പെട്ട് 144 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് കണക്കുകൾ. ജനുവരി 8-ന് തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ഏകാദശി ദർശനത്തിനുള്ള കൂപ്പൺ വിതരണത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ജനുവരിയിൽ തന്നെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും 30 തീർത്ഥാടകർ മരിച്ചു. ഫെബ്രുവരി 15-ന് മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലേക്ക് പോകാനെത്തിയവരുടെ തിക്കിലും തിരക്കിലും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 3 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 18 ജീവനുകൾ പൊലിഞ്ഞു. മെയിൽ ഗോവയിൽ ഷിർഗാവ് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുണ്ടായ ദുരന്തത്തിൽ 6 പേർ മരിച്ചു. ജൂൺ 4-ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ കന്നി ഐപിഎൽ കിരീടനേട്ടം ആഘോഷിക്കാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെത്തിയ ആരാധകരുടെ തിക്കിലും തിരക്കിലും 37 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ജൂൺ 29-ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് 3 കിലോമീറ്റർ അകലെയുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനത്തിനിടെയുണ്ടായ തിരക്കിനിടെ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. ജൂലൈയിൽ ഹരിദ്വാറിലെ മാനസദേവി ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലും 6 പേരാണ് മരിച്ചത്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള കൃത്യമായ സംവിധാനങ്ങളില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.